2 ദിവസം എനിക്ക് ലൈവിൽ എത്താൻ പറ്റിയില്ല. കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, റേഞ്ചാണ് എപ്പോഴും എൻ്റെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. BSNL ആണ്. അതേതായാലും മാറ്റാൻ തൽക്കാലം ഉദ്ദേശവുമില്ല. കാരണം നമുക്ക് പറ്റിയത് ചില സമയത്ത് അതാണ് നമുക്ക് ഉപകരിക്കുന്നത്. പിന്നെ വൈഫൈ ഉള്ളതുകൊണ്ട് കൂടുതലും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ വീട്ടിലല്ല, അപ്പുറം ഇപ്പുറം. അതുകൊണ്ട് തൽക്കാലം ഇല്ല. ഞാൻ കുറച്ചുകൂടെ ഒന്നായിട്ട് നമ്മളൊരു ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം വീട്ടിലേക്ക് വൈഫൈ എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ തൽക്കാലം പോകട്ടെ എന്ന് കരുതുന്നു. നമ്മളിപ്പം കുറേ ദിവസം കൊണ്ട് ഇപ്പോൾ ലൈവിൽ വരുന്നുണ്ട്. സ്ഥിരം വരുന്ന ദിവസങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ കാലാവസ്ഥയൊക്കെ മാറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു BSNL നിന്ന്, പക്ഷേ പറ്റുന്നില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും വീടിനകത്ത് റേഞ്ച് ഇല്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് BSNL റേഞ്ച് കുറച്ചെങ്കിലും കിട്ടുന്നത്. പിന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളെന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ മഴയും മാറി വരും വെയിൽ. പക്ഷെ മഴയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു മഴയായിരിക്കും. ഒരു 5 മിനിറ്റേ കാണുള്ളെങ്കിൽ അത് നല്ല രീതിയിൽ പെയ്യും. അങ്ങനെയാണ് മഴ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ലൈവിലത് പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയാണ്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാം, ഞാൻ നേരത്തെ തന്നെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ടുണ്ട്. കുട്ടികളൊക്കെ വേനലവധി സമയത്ത് ഫുട്ബോൾ കളിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പം അവിടെ ഒന്ന് കളിച്ചുകൊണ്ടിരുന്ന 3-4 കുട്ടികളൊക്കെ ഇപ്പോൾ ട്യൂഷൻ സെൻറ്ററിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ എന്നെ അറിയാമെന്ന് ഞാൻ ചോദിച്ചു. അറിയാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ പത്രം എടുക്കാനായിട്ട് പോയിരുന്നു. അങ്ങനെ കുഞ്ഞൂടെ പോയി. അപ്പം ചെറിയ അവിടെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അതും എടുത്ത് അവൾക്ക് ഒരെണ്ണം എടുത്ത് കൊടുത്ത്, അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വന്ന സമയത്ത്, ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഗ്രൗണ്ടിൻ്റെ അവിടെ ചെറിയ റൂം പോലുണ്ട്. അത് കൃഷി ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ കെട്ടി വെച്ചിരുന്നതാണ്. വാർത്ത ഒരു റൂം, ചെറിയ ഒരെണ്ണം. അപ്പം ഒരു വാതിലും ഉണ്ട്. വാതിൽ ആയിട്ടില്ല, എങ്കിലും തുറന്ന് കിടക്കുകയാണ് അവിടെ സ്പേസ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൽ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ. അങ്ങനെ അവിടെ ഈ പിള്ളേരെല്ലാം വന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോഴും ഇവരവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എങ്ങും കളിക്കാൻ പറ്റില്ല, മൊത്തം വെള്ളവും ചെള്ളയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികളൊക്കെ എന്തിനാണ് അവിടെ വന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു, എന്താണ്. അപ്പം ഒരു കുട്ടിയാണെങ്കിൽ 7 മുകളിലായിരിക്കാനുള്ള ചാൻസ്. അപ്പോൾ എൻ്റെ കൈ കുഞ്ഞിനെ കണ്ട് എടീന്ന് വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ വിളിച്ചേ. അപ്പോൾ അവന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ വിചാരിച്ചു ആൺകുട്ടിയായതെന്ന്. ഞാൻ പറഞ്ഞു ആൺകുട്ടിയല്ല, പെൺകുട്ടിയാണ്. എന്നോട് ചോദിച്ചില്ല, എങ്കിലും അവൻ്റെ സംശയം വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എടീന്ന് വിളിച്ചപ്പോൾ ഞാൻ അതിനെ എതിർത്തു. അപ്പം ഞാൻ പറഞ്ഞു പെൺകുട്ടിയാണ്, പക്ഷേ എടി എന്ന് വിളിക്കണ്ട, അവളുടെ പേര് മാനസ എന്നാണ്. അപ്പം എനിക്ക് പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു പേര് മാനസ എന്നാണ്. അങ്ങനെ വിളിച്ചു. അപ്പം മാനസയെന്ന് വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ്. കാരണം നമ്മൾ കുഞ്ഞു കുട്ടികളെ ഒരിക്കലും എടിയെന്ന് വിളിക്കാറില്ല. വിളിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും വിളിക്കുക, ദേഷ്യം പെടുത്താൻ വേണ്ടിയിട്ട്. എന്തായാലും തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇടി അത് ചെയ്യല്ലേ എന്നൊക്കെ നമ്മൾ ദേഷ്യത്തോടു കൂടിയൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ എടാന്ന് വിളിക്കുകയുള്ളൂ. അല്ലാതെ കൊച്ചു കുട്ടികളെ നമ്മളൊരിക്കലും അങ്ങനെ വിളിക്കാറില്ല. അത് ആരും തന്നെ അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഞാൻ അതിനോട് പറഞ്ഞു, എടിയെന്ന് നമ്മൾ കുട്ടികളെ എടാന്നൊന്നും വിളിക്കാറില്ല, കൊച്ചു കുട്ടികളെ. ഇത്രയല്ലേ ഉള്ളൂ പ്രായം. അപ്പം ഒന്നീ ബാബേന്ന് വിളിക്കും, അല്ലെങ്കിൽ കുഞ്ഞേന്ന് വിളിക്കും, അല്ലെങ്കിൽ കൊച്ചേന്ന് വിളിക്കും, അല്ലെങ്കിൽ പേരെന്തുവാന്ന് ചോദിക്കും. ചോദിച്ചിട്ട് അത് വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പേര് ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു, മാനസിനെ വിളിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു ചേട്ടാന്ന് വിളിക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൾ ചേട്ടാന്ന് വിളിച്ചു. അങ്ങനെ അപ്പം അങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പുറത്തോട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ അവിടെ 3 പേര് അങ്ങോട്ട് ദൂരെ വരും. അതിൽ ഇങ്ങനെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ ആ മതിലിൽ ഇരിപ്പുണ്ട്, ഇടിഞ്ഞ ഭാഗത്തിൻ്റെ ആ ഭാഗത്ത് താഴെ ഇരിപ്പുണ്ട് 3 പേര്. അപ്പം ഞാൻ ചോദിച്ചു ഇവരെന്താ അവിടെ പോയിരിക്കുന്നത്. അറിയത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പം മതിലിനപ്പുറത്ത് ഒരു പയ്യൻ നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോൾ അവന് സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞതും എന്നെ കണ്ടു. അപ്പോൾ അവൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാനത് കണ്ടു എന്ന്. അപ്പം ഞാനത് കണ്ടു എന്ന് അവർക്കും മനസ്സിലായി. അവർക്കൊരു ആ ഒരു ഫീൽ അവർക്ക് ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് നിന്ന് കുട്ടികളോട് ചോദിച്ചു ഇവരെ വിടുള്ളതാന്ന് ചോദിച്ചു.
അപ്പോൾ എനിക്ക് അങ്ങക്കറിയത്തില്ല, ഇവിടെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇവരിവിടെ നിന്ന് ഓടിക്കണം, ഇവിടെ നിർത്തല്ലെന്നൊക്കെ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് നിന്ന കുട്ടികളെല്ലാവരും കൂടെ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനവിടെ നിന്നിട്ട് വിളിച്ച് ചോദിച്ചു, നിങ്ങളെവിടെ ഉള്ളതാന്ന് ചോദിച്ചു. അപ്പോൾ അവർ സ്ഥലപ്പേര് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അവിടെ എന്ത് കൊടുക്കുക? അല്ല വെറുതെ ഇരുന്നതാന്ന് പറഞ്ഞു. അതിവിടെ സ്ഥലമില്ലേ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് പക്ഷേ അവർക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ നമ്മളത് വിട്ടു. നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അവരെ നന്നാക്കാനോ അവരെ ഉപദേശിക്കാനോ പോകേണ്ട കാര്യമില്ല. കാരണം നമുക്കൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടമാണ്. ഞാനൊന്നാമത് ആ വഴിയാണ് ട്യൂഷൻ സെൻ്ററിലേക്ക് പോകുന്നത്. വല്ലവരും തടഞ്ഞു നിർത്തി എന്നെ തല്ലിക്കൊന്നു എൻ്റെ കുഞ്ഞിന് അമ്മയില്ലാണ്ടാവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന കുട്ടികൾ നിങ്ങളിവിടെ ഉള്ള അവരിവിടെ കളിക്കാൻ വരുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, ഇതുവഴി പോലീസ് ഒക്കെ എപ്പോഴും പോകുന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. കുഞ്ഞിലെ തന്നെ ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ വീട്ടുകാർക്കും അതൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുക. എന്നിട്ട് ഞാൻ ചോദിച്ചു, അവർ സിഗരറ്റ് തന്നെയാണോ വലിക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു ഈ കുട്ടികളോട്. അപ്പോൾ ഇവർ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. അപ്പോൾ ഞാനും കുഞ്ഞുകൂടി ഞങ്ങളിങ്ങനെ നടന്നു. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ പോയി. അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നടന്ന് വേറെ റോഡിലേക്ക് കയറിയ സമയത്ത് പോയവർ 1-2 പേർ തിരിച്ചു വന്നപ്പോഴത്തേക്കും മറ്റേ ആ പിള്ളേരെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം കുഞ്ഞെന്ത് ചെയ്തു, താഴെ ഇറങ്ങി നടന്നപ്പം വീണ്ടും തിരിച്ചവൾ നടന്നു കുറച്ച് ദൂരം. അപ്പോൾ അവിടെ മതിലിൻ്റെ അവിടെ ഇരുന്നവർ വിചാരിച്ചു ഞങ്ങളങ്ങോട്ട് ചെല്ലുകയെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ പെട്ടെന്ന് ഇറങ്ങി വന്ന് ഈ പിള്ളേർ വന്നവരുടെ കൂടെ അങ്ങ് പോയി. അവിടുത്തെ ചേച്ചിയെ വിളിച്ചെന്ന് പറയും. പിന്നെ ഓർത്ത് എന്തിനാണ് ചേച്ചി ഇന്നാൾ നോക്കിയപ്പം അവരുടെ വീട്ടിൽ കുറച്ച് കുപ്പിയും ഒരു ബാഗൊക്കെ കിടക്കുന്നു. ചേച്ചി ഇത് എവിടുന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഒരു സ്ഥലപ്പേര് പറഞ്ഞു. അവിടെ നിന്ന് കുറേ പിള്ളേർ വന്ന് ഇവിടുത്തെ ആ മുറിക്കകത്തിൽ നിന്ന് വെള്ളം അടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെള്ളം അടിക്കും? ആ കൊച്ചു പിള്ളേരൊക്കെ അധികം പ്രായമൊന്നും തോന്നുന്നില്ല. അതപ്പം ഞാനവിടെ കണ്ടുകൊണ്ട് ചെന്നപ്പം അവന്മാരെല്ലാം ഇവിടെ ഇട്ടിട്ട് ഓടി. ഞാനതെല്ലാം പെറുക്കി കൂടെ കൊണ്ടിട്ട് ആരെങ്കിലും വരുമ്പോൾ കാണിക്കാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ ഈ കുട്ടികളോടും പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു കളിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള അനുവാദം തന്നു. അത് നിങ്ങൾ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിനി പിന്നീട് അവിടെ കളിക്കാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ നിങ്ങളുടെ ഇഷ്ടം എല്ലാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോകും. നമ്മളാരോടും കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്താണ് ഇതിലൊക്കെ നമ്മൾ ഇപ്പോൾ എല്ലാ പ്രായത്തിലും എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ പുകവലിയൊക്കെ ചെയ്യുന്ന ഒക്കെ ഉണ്ട്, സാധാരണയാണ് ഇല്ലേ? നമ്മൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് സിനിമകളുമുണ്ട്. ഇതെല്ലാം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവരറിയുന്നില്ല. അവരിങ്ങനെ പറഞ്ഞ് വേറെ കഥകളിലേക്ക് എത്തി പറയുന്നെങ്കിലും അവർ കുഞ്ഞു പ്രായത്തിലൊരു നായകൻ സിഗരറ്റ് വലിക്കുന്നത് അവനെ ആസ്വദിച്ച് ജീവിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്കും അതിലെന്താണ് ഇത്ര അഡിക്റ്റായി പോകാനുള്ള കാരണമെന്ന് ഇവർ ചിന്തിക്കും. എന്തോ ഒന്നുണ്ടായിട്ടാണല്ലോ ഇതിൽ അഡിക്റ്റായി പോയത്, അങ്ങനെ ചിന്തിക്കും. പക്ഷേ അന്നൊക്കെ ഇന്നത്തെ പഴയ കാലഘട്ടത്തിലത് പുകവലിയിൽ ഒതുങ്ങും. പക്ഷേ ഇന്ന് വെറും ഒരു സിഗരറ്റിലല്ല ഒതുങ്ങുന്നത്. അതിനപ്പുറത്തേക്ക് ലഹരികൾ ഒരുപാടുണ്ട്. കുട്ടികളെല്ലാം അത് കഴിയുമ്പോൾ അതവർക്ക് ബോറടിക്കും. അപ്പോൾ അടുത്ത ലഹരി എന്താണെന്ന് അന്വേഷിക്കും. അത് കഴിയുമ്പോൾ അതും ബോറടിച്ച് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ ഒരു ചെയിൻ പോലെ ഇത് നീണ്ടു പോകും. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതിൽ 1-2 വസ്തുക്കളേ ഉള്ളായിരുന്നു ലഹരി. അപ്പോൾ അതൊന്നുമല്ല. ഞാൻ പോലും കേൾക്കാത്ത കുറേ വാക്കുകളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം അതുപോലെ ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ ലഹരികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും ഒരിക്കലും ഒരു തടസ്സമില്ലാതെ കിട്ടിക്കൊണ്ടേയിരിക്കും. പണ്ടൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടോ, ലഹരിക്ക് വേണ്ടിയിട്ട് പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്ന രീതിയൊക്കെ ഉണ്ടെന്ന്. അതെന്തൊക്കെയാണ് അതിൽ നിന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലഹരി മൊത്തം ലഹരി. ആലോചിച്ച് നോക്കിയേ, ഇന്ന് ആ കുട്ടികൾ ചെയ്തത് അവർക്ക് സേഫായിട്ട് ആരും ശ്രദ്ധിക്കുക. കാരണം അപ്പുറത്തും ഇപ്പുറത്തൊന്നും ആളില്ല. അവിടെ ഒരു കോമ്പൗണ്ട് ഇങ്ങനെ മതിൽ കെട്ടിയിട്ടുള്ളതാണ്. ആ ഭാഗത്തോട്ടധികം ആളുകൾ പോവുകയില്ല. അവിടെയൊക്കെ വെള്ളവും പിന്നെ ചെള്ളമായിട്ട് കിടക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ആരും പോകത്തുമില്ല പെട്ടെന്ന്. അതുകൊണ്ട് ആ മതിലിൻ്റെ അവിടെ ഇരിക്കുന്നു, ഓരോരുത്തർ പോയി പുറകുവശത്ത് നിന്ന് സിഗരറ്റ് വലിക്കുന്നു. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കുകയില്ല. കാരണം ഇവിടെ കുട്ടികൾ കളിക്കാനൊക്കെ അറിയില്ല. അവരുടെ ഇഷ്ടാനുസരണം ഓരോന്ന് ചെയ്ത് കൂട്ടാനുള്ളൊരു സാഹചര്യം അവർ തന്നെ കണ്ടെത്തുന്നു. അതിൽ ആരൊക്കെയോ പങ്കാളികളായി മാറുന്നു. ചിലരൊന്നും അറിയാതെ പോകുന്നു. എന്തൊക്കെയോ
അറിയില്ല. കുട്ടികൾ പഠിക്കേണ്ട സമയമാണ്. കുട്ടികൾക്കെല്ലാം പഠിത്തമില്ല, ബാക്കിയെല്ലാം അവരുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. നമുക്ക് പക്ഷേ മൂകസാക്ഷി എന്ന രീതിയിൽ നിൽക്കാനേ കഴിയുകയുള്ളൂ. അതാണ് കാലം. ശരിയല്ലേ?